ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ശീമച്ചക്ക കൊണ്ടുള്ള ഒരു വറുത്തരച്ച കറിയാണ് കേട്ടോ. വറുത്തരയ്ക്കാൻ വേണ്ടി ഞാൻ തേങ്ങ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കറി വെക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ശീമച്ചക്കയാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ കയ്യിൽ വന്നിട്ട് 2 ദിവസമായി, ഇപ്പം വാടി തുടങ്ങാറായിട്ടുണ്ട്. അപ്പം ഞാനത് കറി വെക്കാൻ വേണ്ടി എടുത്തതാണ്. ഞാൻ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ എടുക്കാം. അപ്പോൾ കറിക്കായതുകൊണ്ട് ഞാൻ കുറച്ച് വലിയ പീസ് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. അതിൻ്റെ കറയൊക്കെ ഇറങ്ങി അത് കറുത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഇടത്തരം രീതിയിൽ 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ആ സവാള ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ഞാനൊരു പാന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 പീസ് പട്ട ഞാൻ ഒടിച്ചൊടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കുന്നത് പെരിഞ്ചീരകമാണ്. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയും അതിനോടൊപ്പം തന്നെ പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഈ ഒരു രീതിയിൽ വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. അതൊരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി കുറച്ച് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഈ 3 ടീസ്പൂൺ ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്, എരിവില്ലാത്ത മുളക് പൊടി. അതൊരു 1.5 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത് വരുന്ന സമയം വരെയും ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളറ് കുറച്ച് കുറവായതുകൊണ്ടാണ് ഒരു 1/2 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തത്. അതും കൂടെ ചേർത്ത് നന്നായിട്ടിത് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളായിട്ട് കൊടുത്ത പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് ആറാൻ വേണ്ടി വെക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയിലെ ജാറിലിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുതിർത്ത് വെച്ച് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും കൊഴുപ്പും കിട്ടാൻ നല്ലതാണ് അണ്ടിപ്പരിപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് അരയാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇനി കറി വെക്കാൻ വേണ്ടി ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ മൺചട്ടിക്കകത്ത് കറി വെക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പിന്നെ കറിവേപ്പിലയും അതേപോലെ 2-3 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ശീമച്ചക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ശീമച്ചക്ക എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റി വരുമ്പം നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ശീമച്ചക്ക കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഈ കറി നമുക്ക് ചോറിനോട് മാത്രമല്ല അപ്പത്തിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തി, പൂരി ഏതിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ചേർക്കാത്തതുകൊണ്ട് തന്നെ അത് വറുത്തെടുക്കേണ്ട ആ സമയം നമുക്ക് ലാഭിക്കാം. അപ്പോൾ രാവിലെ ചെയ്തെടുക്കാൻ എളുപ്പമാണ് കേട്ടോ. അപ്പം ഞാൻ പുളിക്ക് വേണ്ടി ഇവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തേക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ചട്ടി ചെറുതായിപ്പോയി. അപ്പം കറി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ വലിയ ചട്ടി എടുക്കുക കേട്ടോ. അപ്പം ഞാൻ കുറുകിയ പരുവത്തിലാണ് കറി എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ചട്ടി പിന്നെ മാറ്റാൻ പോയില്ല. സത്യം പറഞ്ഞാൽ മടി കാരണം മാറ്റാൻ പോയില്ല. അപ്പോൾ കുറച്ച് കുറുകിയ പരുവത്തിലാണ് കറി കൂട്ടാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഏത് കറിയും കുറച്ചൊന്ന് കുറുകിയിരിക്കുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് അളവിൽ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് മൂടി വെക്കാം. കാരണം ഇത് ചെറിയ ചട്ടി ആയതുകൊണ്ട് ഇത് ചിലപ്പോൾ തിളച്ച് തൂവിപ്പോവും. അതുകൊണ്ട് ഞാൻ കറി ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് മാത്രമേ ഇത് മൂടി വെക്കുന്നുള്ളൂ. അപ്പോൾ അതിന് മുമ്പായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം സവാളയ്ക്കകത്ത് കുറച്ച് ഉപ്പിട്ടതാണ്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അപ്പം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. നമുക്ക് ശീമച്ചക്ക പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. 10 മിനിറ്റിനുള്ളിൽ നമുക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു ഏകദേശം 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കറിയിൽ നിന്ന് എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ് ശീമച്ചക്ക ചേർത്തിട്ടുള്ള കറി. അത് കൂട്ടിയിട്ടുള്ളവർക്ക് അറിയാമല്ലോ. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു പോലെ. അപ്പോൾ ഓക്കെ, താങ്ക് യു.